ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന 3 വാക്കുകളാണ് ഡു, ഡസ് ആൻഡ് ഡിഡ്. ടു ഡു എന്നാൽ ചെയ്യുക. ഡു എന്ന വേർബിൻ്റെ ഫോംസ് ആണ് ഡസ് ആൻഡ് ഡിഡ്. ഡു എന്നത് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വേർബ് ഓർ ഓക്സിലിയറി വേർബായിട്ടും ഉപയോഗിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഈ ചാനലിലെ വ്യൂവേഴ്സിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ബേസിക് ലെവലിലുള്ള ഒരു ലെസൺ ആണ്. പിന്നെ അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു ലെസൺ. ഹെൽപ്പിംഗ് വേർബായിട്ട് ഡു, ഡസ് ആൻഡ് ഡിഡ് ഉപയോഗിക്കുമ്പോൾ അതുപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ നെഗറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാനും പറ്റും. ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് ഡു, ഡസ് ആൻഡ് ഡിഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എന്നാണ്. ഡു, ഡസ് ആൻഡ് ഡിഡ് ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ആയി മാറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ കോഫി കുടിക്കാറുണ്ട്, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, അവർ എന്നെ ക്ഷണിച്ചു. ഇതൊക്കെയാണ് പോസിറ്റീവ് സെന്റൻസസ്. ഇനി നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയുമ്പോഴോ, ഞാൻ കോഫി കുടിക്കാറില്ല, എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല, അവർ എന്നെ ക്ഷണിച്ചില്ല. ഇതൊക്കെയാണ് നെഗറ്റീവ് സെന്റൻസസ്. അപ്പോൾ ഒരു പോസിറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് എന്ന ഈ വാക്കുകൾ, ഈ സഹായക ക്രിയകൾ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാറ്റുന്നത്, നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക്കായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡു ആൻഡ് ഡസ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിൽ ആണ്, ഡിഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലും ആണ്. ഇനി വളരെ ബേസിക്കായ വേറൊരു ഗ്രാമർ റൂളുണ്ട്. അതെന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഐ, ഞാൻ, യു, നിങ്ങൾ, വി, ഞങ്ങൾ, ദേ, അവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ്, ഒന്നിൽ കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്ന നൗൺസ് വരികയാണെങ്കിൽ, പ്ലൂറൽ നൗൺസ് വരികയാണെങ്കിലൊക്കെ ഉപയോഗിക്കേണ്ടത് ഡു എന്ന ഹെൽപ്പിംഗ് വേർബാണ്. ഇതല്ലാതെ ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, അതല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ്, ഒന്നിനെ സൂചിപ്പിക്കുന്ന നൗൺസ്, അതൊക്കെ വരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഡസ് ആണ്. ഇനി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഡിഡ് ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ. ഐ, യു, വി, ദേ, പ്ലൂറൽ സബ്ജക്ട്സ്, ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നൗൺസ്, ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ബേസിക് ഗ്രാമർ റൂൾ മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ട്. ഐ ലൈക്ക് ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഐ ലൈക്ക് ഐസ്ക്രീം എന്നതിൽ ലൈക്ക് എന്നതാണ് മെയിൻ വേർബ്. അപ്പോൾ ഐ ലൈക്ക് നോട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. ഒരു ഹെൽപ്പിംഗ് വേർബ് വേണം ഇതിന്. ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞിട്ടാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്. ഐ എന്ന സബ്ജക്റ്റിന് യോജിക്കുന്ന ഹെൽപ്പിംഗ് വേർബാണ് ഡു. അപ്പോൾ ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കറക്റ്റായി. ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നില്ല എന്നായി. ഡു നോട്ട് എന്നതിനെ ചുരുക്കി നമുക്ക് ഡോണ്ട് എന്നും പറയാം. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഇനി വേറൊരു സെൻറ്റൻസ് സബ്ജക്റ്റിനെ നമുക്ക് മാറ്റി നോക്കാം. ഹീ ലൈക്സ് ഐസ്ക്രീം, അവൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. ഹീ ആണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പോൾ ഹീ എന്ന സബ്ജക്റ്റിന് യോജിച്ച ഒരു ഹെൽപ്പിംഗ് വേർബാണ് ഡസ്. ഹീ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം. ഡസ് നോട്ട് എന്നതിനെ ചുരുക്കി ഡസിൻറ്റ് എന്നാക്കാം. അപ്പോൾ ഹീ ഡസിൻറ്റ് ലൈക്ക് ഐസ്ക്രീം എന്നായാൽ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസായി മാറി. അവൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മീനിങ്. ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് വയ്ക്കുമ്പോൾ ഡു ആണോ ഡസ് ആണോ വേണ്ടത് എന്നറിയാൻ ഒരു ചെറിയ ട്രിക്കുണ്ട്. മെയിൻ വേർബ് നോക്കൂ, ലൈക്സ് എന്നല്ലേ. അപ്പോൾ ലൈക്സ് എന്നതിൽ ഒരു എസ് ഉണ്ട്. അപ്പോൾ അവിടെ ഹെൽപ്പിംഗ് വേർബ് വേണ്ടത് ഡസ് തന്നെയാണ്. ലൈക്ക് എന്നായിരുന്നെങ്കിൽ ഡു എന്നും മതി. അപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡു നോട്ട് ഓർ ഡസ് നോട്ട് പ്ലസ് മെയിൻ വേർബ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. മെയിൻ വേർബ് ബേസ് ഫോമിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്. മെയിൻ വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞത് ഹീ ഡസ് നോട്ട് ലൈക്ക് എന്നാണ് ഉപയോഗിക്കുന്നത്. ഹീ ഡസ് നോട്ട് ലൈക്സ് എന്നല്ല. കാരണം ലൈക്സ് എന്നതാണ് മെയിൻ വേർബ് എങ്കിലും ഡസ് ഉപയോഗിച്ചപ്പോൾ അതിനകത്ത് ഒരു എസ് ഉണ്ട്. പിന്നീടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
നമ്മൾ അവിടെ മെയിൻ വേർബിൻ്റെ ബേസ് ഫോം തന്നെ ഉപയോഗിച്ചാൽ മതി. ഹി ഡസ് നോട്ട് ലൈക്ക്. ഇനി പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നോക്കാം. പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡ് തന്നെ ഉപയോഗിക്കാം. സെൻറ്റൻസ് നോക്കൂ. ഹി ലൈക്ക്ഡ് ഐസ്ക്രീം. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവൻ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു. ഇതിനെ നെഗറ്റീവ് ഫോം ആക്കുമ്പോൾ ഡിഡ് എന്നാണ് ഹെൽപ്പിംഗ് വേർബ് ചേർക്കേണ്ടത്. അപ്പോൾ ഹി ഡിഡ് നോട്ട് ലൈക്ക് ഐസ്ക്രീം. ഇവിടെ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. മെയിൻ വേർബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെയിൻ വേർബിൻ്റെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഹി ഡിഡ് നോട്ട് ലൈക്ക് എന്നാണ് വേണ്ടത്. ഹി ഡിഡ് നോട്ട് ലൈക്ക്ഡ് എന്നല്ല. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ഹി പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. പ്ലേസ് എന്നതാണ് മെയിൻ വേർബ്, ഹി ആണ് സബ്ജക്റ്റ്, ഡസ് ആണ് ഹെൽപ്പിംഗ് വേർബ് വേണ്ടത്. അതിൽ സംശയമില്ലല്ലോ. ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. അതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ, ഷീ വാക്ക് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടന്നു. വാക്ക്ഡ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഹെൽപ്പിംഗ് വേർബ് വേണ്ടത് ഡിഡ് ആണ്. ഷീ ഡിഡ് നോട്ട് വാക്ക് ടു സ്കൂൾ. ശ്രദ്ധിക്കുക, വാക്ക് എന്നാണ് ഉപയോഗിച്ചത്, വാക്ക്ഡ് എന്നല്ല. യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി നോക്കൂ. യു ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യു ആണ് സബ്ജക്റ്റ്, പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ഡു നോട്ട് എന്നുപയോഗിച്ചത്. ദേ ഈറ്റ് മീറ്റ്. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ദേ ഡു നോട്ട് ഈറ്റ് മീറ്റ്. ദേ ആണ് സബ്ജക്റ്റ്, അപ്പോൾ അതിന് യോജിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഡു. നെക്സ്റ്റ് സെൻറ്റൻസ്, വി സാങ് വെൽ. ഞങ്ങൾ നന്നായി പാടി. ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. സാങ് എന്നതാണ് മെയിൻ വേർബ്. നമ്മൾ ഉപയോഗിക്കേണ്ട ഹെൽപ്പിംഗ് വേർബ് ഡിഡ് എന്നാണ്. വി ഡിഡ് നോട്ട് സിങ് വെൽ. നോക്കൂ, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് മെയിൻ വേർബിൻ്റെ ബേസ് ഫോം സിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിങ്. സിങ് എന്നത് ഒരു ഇറഗുലർ വേർബാണ്. അപ്പോൾ അതിൻ്റെ പ്രസന്റ് ടെൻസും അതുപോലെ പാസ്റ്റ് ടെൻസും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സാങ് എന്നാണ് പാസ്റ്റ് ടെൻസ് എങ്കിലും അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദ മെയിൻ വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ലിസ went to the market yesterday. ലിസ ഇന്നലെ മാർക്കറ്റിൽ പോയി. പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻ വേർബ് went. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ് വേണ്ടത് did. ലിസ ഡിഡ് നോട്ട് go to the market yesterday. go എന്നതാണ് ബേസ് ഫോം. went എന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അവിടെ went എന്നുപയോഗിച്ചത്. നമുക്ക് വേണ്ടത് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്, അതുകൊണ്ട് go ഉപയോഗിക്കണം. നെക്സ്റ്റ് വൺ, ഷീ ഡാൻസസ് വെൽ. അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നു. മെയിൻ വേർബിൽ യെസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അത് ഒരു ട്രിക്കാണ്. ഡസ് ആണോ ഡു ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അതല്ലെങ്കിൽ ഷീ എന്ന സബ്ജക്റ്റിനോട് യോജിച്ചത് ഡസ് ആണ് ഹെൽപ്പിംഗ് വേർബ്. ഷീ എന്ന സബ്ജക്റ്റിന് യോജിക്കുന്നത് ഡസ് ആണ്. ഷീ ഡസ് നോട്ട് ഡാൻസ് വെൽ. അതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഷീ ഡസ് നോട്ട് ഡാൻസസ് വെൽ അല്ല, ഷീ ഡസ് നോട്ട് ഡാൻസ് വെൽ. അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എന്നതിനെ നമുക്ക് ഷീ ഡസൻറ്റ് ഡാൻസ് വെൽ അങ്ങനെയും പറയാം. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ഡു മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു. ഇവിടെ മെയിൻ വേർബ് ഡു എന്നതാണ്. ഡു എന്നാൽ ചെയ്യുക. ആദ്യം തന്നെ ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഡു എന്ന വേർബിന് മെയിൻ വേർബായിട്ടും ഹെൽപ്പിംഗ് വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐ ഡു മൈ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഡു എന്ന വേർബ് മെയിൻ വേർബാണ് ആ സെൻറ്റൻസിൽ. ഇവിടെ ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസായി മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ ആണ് സബ്ജക്റ്റ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഹെൽപ്പിംഗ് വേർബാണ്. ഹെൽപ്പിംഗ് വേർബ് വേണ്ടത് ഡു എന്ന ഹെൽപ്പിംഗ് വേർബാണ്. അവിടെ ഒരു ഡു എന്ന മെയിൻ വേർബുണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരു ഹെൽപ്പിംഗ് വേർബ് അവിടെ ചേർക്കണം, ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് തന്നെ. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസായി മാറ്റുമ്പോൾ ഐ ഡു നോട്ട് ഡു മൈ ഹോംവർക്ക് എന്നാണ്. ഐ ഡോണ്ട് ഡു മൈ ഹോംവർക്ക്. അപ്പോൾ ആദ്യം ഡു നോട്ട് എന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ കൂടെയുള്ള ആ ഒരു ഡു എന്നത് ഹെൽപ്പിംഗ് വേർബും പിന്നീട് ഡു നോട്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഡു മെയിൻ വേർബും ആണ്. ഇനി സബ്ജക്റ്റ് ഒന്ന് മാറ്റാൻ നമുക്ക്. ഹീ ഡസ് ഹിസ് ഹോംവർക്ക്. ഇവിടെ ഡസ് എന്നാണ്. അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഹീ ഡസ് എന്ന് ഉപയോഗിച്ചത് ഹീ എന്ന സബ്ജക്റ്റ്.
തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഡസ് ഉപയോഗിച്ചത്. അവൻ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് വേണ്ടത് ഡസ് ആണ്, കാരണം ഹീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ നെഗറ്റീവ് ഫോം എങ്ങനെ വരിക? ഹീ ഡസ് നോട്ട് ഡു ഹിസ് ഹോംവർക്ക്. അത് ശ്രദ്ധിക്കുക. ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ ഡസ് ഹെൽപ്പിംഗ് വേർബാണ്. പിന്നീട് വന്നിരിക്കുന്ന ഡു മെയിൻ വേർബിൻ്റെ ബേസ് ഫോം ആണ്. ഹീ ഡസ് നോട്ട് ഡു ഹിസ് ഹോംവർക്ക് അല്ലെങ്കിൽ ഹീ ഡസൻ ഡു ഹിസ് ഹോംവർക്ക്. ഇത് രണ്ടും പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്, ഡു ഉപയോഗിച്ചതും ഡസ് ഉപയോഗിച്ചതും. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ്. ഹീ ഡിഡ് ഹിസ് ഹോംവർക്ക്. അവൻ ഹോംവർക്ക് ചെയ്തു. അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കണ്ടേ? അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് വേണ്ടത്. അപ്പോൾ ഹീ ഡിഡ് നോട്ട് ഡു ഹിസ് ഹോംവർക്ക്. അവൻ ഹോംവർക്ക് ചെയ്തില്ല എന്നായി. ഡിഡ് നോട്ട് എന്നത് ഡിഡ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്. പിന്നീട് വന്നിരിക്കുന്നത് ഡു മെയിൻ വേർബിൻ്റെ ബേസ് ഫോം. ഇനി വേറൊരു സെൻറ്റൻസ്. ഷീ ഹാസ് എ ഗുഡ് ബാഗ്. അവൾക്ക് നല്ല ഒരു ബാഗ് ഉണ്ട്. ഹാസ് എന്നുള്ള ആ ഒരു മെയിൻ വേർബ് അവിടെ പൊസഷൻ, സ്വന്തം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഷീ ഹാസ് എ ഗുഡ് ബാഗ്. ഇതിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഓർക്കുക, സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ് വേണ്ടത് എന്താ? ഡസ്. ഷീ ഡസ് നോട്ട് ഹാവ് എ ഗുഡ് ബാഗ്. ഡസ് നോട്ട് ഹാവ്. ഈ ഹാവ് എന്നുള്ളത് മെയിൻ വേർബായ ഹാസിൻ്റെ ബേസ് ഫോമാണ് ഹാവ്. ഷീ ഡസ് നോട്ട് ഹാവ് എ ഗുഡ് ബാഗ്. ഷീ ഡസൻറ്റ് ഹാവ് എ ഗുഡ് ബാഗ്. അവൾക്ക് ഒരു നല്ല ബാഗ് ഇല്ല. ഇനി ഷീ ഹാഡ് എ ഗുഡ് ബാഗ് എന്നാണെങ്കിലോ? ഷീ ഹാഡ് എ ഗുഡ് ബാഗ്. അവിടെ പാസ്റ്റ് ടെൻസായി. അപ്പോൾ ഷീ ഡിഡ് നോട്ട് ഹാവ് എ ഗുഡ് ബാഗ്. ഡിഡ് നോട്ട് എന്നുപയോഗിച്ചത് ഡിഡ് പാസ്റ്റ് ടെൻസിലെ ഹെൽപ്പിംഗ് വേർബാണ്. അവൾക്ക് നല്ല ഒരു ബാഗ് ഉണ്ടായിരുന്നില്ല. ഐ ഹാവ് എ ഗുഡ് ബാഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഒരു ബാഗുണ്ട്. അതിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണം. അതെങ്ങനെയാക്കും? ഹാവ് ആണ് മെയിൻ വേർബ്. അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. ഐ ഡു നോട്ട് ഹാവ് എ ഗുഡ് ബാഗ്. ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് ബാഗ്. എനിക്ക് നല്ല ഒരു ബാഗ് ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ചില ആളുകൾക്കൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും, അല്ലേ? 3 സെൻറ്റൻസസ് ഞാൻ എഴുതാം. ആ 3 സെൻറ്റൻസിന് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. She talks too much. They live in a big house. The dog chased the rabbit.